ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. പാസ്ത അഥവാ സ്പഗറ്റി എങ്ങനെ ഈസിയായി ടേസ്റ്റി ഉണ്ടാക്കി നോക്കാം. ഞാൻ കിച്ചണിൽ വന്നപ്പം എൻ്റെ മോൻ കൂടെ വന്നായിരുന്നു. അത് തന്നെ സ്പഗറ്റി അഥവാ പാസ്ത ബോയിൽ ചെയ്യുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഒരു സവാളയും 2 ക്യാരറ്റും കൂടി ചെറുതായി അരിയുന്നുണ്ട്. അതിനുശേഷം ഇത് ഒരു ബട്ടർ അഥവാ ഓയിലെടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. കൂടെ ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഹാഫ് ബോയിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിനകത്ത് ചേർക്കാം. ക്യാപ്സിക്കം ചേർക്കാം, മഷ്റൂം ചേർക്കാം. ഇതൊന്ന് അടച്ചു വെച്ചോ ചെറുതായിട്ടൊന്ന് ബോയിലാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ കിട്ടുന്ന സാനേ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോമിലുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമുക്ക് പാലും മൈദയും കൂടി യൂസ് ചെയ്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താലും മതി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടൊമാറ്റോയുടെ പേസ്റ്റ് അരച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഇത്തിരി ഒന്ന് കുറുകി വരണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ സോയാ സോസ് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അഥവാ സ്പഗറ്റി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം, അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഇവിടെ ഞങ്ങൾ നേരത്തെ സ്റ്റോക്ക് സ്പഗറ്റി വാങ്ങിച്ചു വെക്കും, പക്ഷെ ഉണ്ടാക്കാറില്ലായിരുന്നു. കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി ശരിയാവുന്നില്ലായിരുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പം സെറ്റായി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങളും എന്നെപ്പോലെ എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഡെലിഷ്യസ് ആണ്. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി ഒരു സൈഡിലൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളകും, വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. കാരണം നമ്മുടെ സോയാ സോസിനകത്ത് ഓൾറെഡി ഉപ്പ് ഒരു കണ്ടൻ്റ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഇറ്റാലിയൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്ക് ആ ഒരു ഇറ്റാലിയൻ ഡിഷിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. എനിക്കിതിൽ ഇങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തപ്പോഴാണ് ഇത് യമ്മി ആൻഡ് ടേസ്റ്റായിട്ട് തോന്നിയത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പം ബൈ, ഹാവ് എ നൈസ് ഡേ, സ്റ്റേ കണക്റ്റഡ്.